ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു കിടിലൻ പ്രേതകഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പ്രേതകഥ എന്നതിലുപരിയായിട്ട് ഒരു പകയുടെ കഥയാണിത്. പക എന്ന ഒരു വികാരം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ മനുഷ്യനല്ലാതെ ആവും, ചെകുത്താനാവും. ഇതുപോലെ തന്നെ നമ്മൾ ഈ കഥയിൽ കാണാൻ പോകുന്ന ഒരു പാവം പെൺകുട്ടിയുണ്ട്. അവൾ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, അതിലൂടെ അവൾക്കുണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോവാണ്. അതിനു മുന്നേ കുറച്ച് നാളായല്ലേ ഞാൻ കഥയെല്ലാം പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു കാരണമുണ്ട്. എപ്പോഴും യൂട്യൂബ് മാത്രമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ? സൈഡായിട്ട് മറ്റൊരു ജോലി കൂടെ വേണ്ടേ? അതും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു മലയുടെ മുകളിലാണ്. വീട്ടിലേക്കൊന്നും പോകാറുമില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതായത് ഞാനൊരു റിസോർട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിന്റെ പുറകാലിയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് കേട്ടോ. കുറച്ച് ട്രീ ഹട്ടുകളും അതുപോലെ തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ മക്കളെ, വയനാടിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണിത്. എന്തായാലും ഇവിടെയാണ് നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. കുറച്ച് ഗസ്റ്റുകളെ ഞങ്ങൾ എടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ വന്നതിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മല്ലു എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തു. ഓക്കെ, ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എല്ലാം വൈകാതെ ഞാൻ നിങ്ങളോട് പറയും. അതുപോലെ തന്നെ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ റിസോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാനും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ റിസോർട്ടിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് സ്നോഫ്ലേക്ക് അഡ്വഞ്ചർ ന്യൂ എന്നാണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വരാൻ പോകുന്ന ന്യൂ ഇയറിനൊക്കെ നല്ല പ്രോഗ്രാമുകൾ നമ്മളിവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. തൽക്കാലം നമുക്ക് നേരെ ഇന്നത്തെ കഥയിലേക്ക് പോവാം. രാത്രിയിൽ ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ടാവും. ഇപ്പൊ ഒരു വീട് കാണിക്കുകയാണ്. അതിനുള്ളിൽ ഒരു പെൺകുട്ടിയും അവളുടെ ഉപ്പയും ഉമ്മയുണ്ട്. അവൾ തൽക്കാലം നമുക്ക് ഫർഹാന എന്ന് വിളിക്കാം. ഫർഹാനയും അവളുടെ ഉപ്പയും ഉമ്മയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഫർഹാനയുടെ ഉമ്മയ്ക്ക് എന്തോ സുഖമില്ലാതെ വന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഉപ്പ പറയുന്നുണ്ട്, നീ മരുന്ന് കഴിച്ചോ? എന്നാൽ അവളുടെ ഉമ്മ പറയുന്നത്, എനിക്ക് മരുന്നൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ. എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം അവിടെ പെട്ടെന്ന് സംഭവിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫർഹാനയുടെ ഉമ്മയുടെ കൈകള് അത് പൊട്ടി അതിന്റെ ഉള്ളിൽ നിന്നും ആണി പോലെ വളരെ ഷാർപ്പായിട്ടുള്ള എന്തോ ഒന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ട് ഫർഹാന അതുപോലെ തന്നെ അവളുടെ ഉപ്പയും രണ്ടുപേരും ആകെ ഭയന്നു പോവാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വരെ മനസ്സിലാവുന്നില്ല. പിന്നീട് ഫർഹാനയുടെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വരെ ഷാർപ്പായിട്ടുള്ള ആ സാധനം പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് വേഗം തന്നെ ഫർഹാനെ അവളുടെ ഉപ്പ കൊണ്ടുപോയിട്ട് റൂമിൽ അടക്കാണ്. മോൾ ഇവിടെ നിൽക്ക്, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കട്ടെ. പ്രശ്നമൊക്കെ തീർന്നതിന് ശേഷം നീ പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവള് റൂമിൽ അടക്കാണ്. എന്നാൽ അതിനുശേഷം റൂമിലായ ഫർഹാനയ്ക്ക് പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് വാതിലിന്റെ അടുത്തുള്ള ഒരു ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് ഒരു പ്രേതത്തിനെ പോലെ അവളുടെ ഉമ്മ അവളുടെ അരികിലേക്ക് വരുന്നത്. ഭയന്ന് വിറച്ച് ഫർഹാന ആ റൂമിൽ തന്നെ വീണു പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു ആ വീട്ടിലേക്ക് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് നോക്കുമ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന ഫർഹാനയുടെ ഉപ്പയെയും അതുപോലെ തന്നെ അവളുടെ ഉമ്മയാണ് കാണുന്നത്. എന്നാൽ ഫർഹാനയുടെ ഉപ്പയുടെ രണ്ടാമത്തെ ഭാര്യയാണ് ഫർഹാനയുടെ ഉമ്മ. അവരാദ്യം വിവാഹം കഴിച്ചായിരുന്നു. ആ സ്ത്രീയുടെ പേര് ഐഷ എന്നാണ്. സംഭവം അറിഞ്ഞ പാട് തന്നെ ഐഷ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താവിനെ കണ്ട് അവൾ ആകെ ഞെട്ടി വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഫർഹാന, അവളും ആ ഒരു സംഭവം നേരിട്ട് കണ്ട് ഞെട്ടല് മാറാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളുടെ അടുത്തേക്ക് ചെന്ന ഈ ഐഷ പറയുന്നത്, നീ കാരണമാണ്, നീയും നിന്റെ ഉമ്മയും കാരണമാണ് എനിക്ക് എന്റെ ഭർത്താവിന് നഷ്ടമായത്. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പോലും നോക്കാതെ ആ ഒരു ചെറിയ കുട്ടിയെ ഇപ്പോ ഈ ഒരു ഐഷ ചീത്ത പറയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. അത് പിന്നീട് മാസങ്ങളായി, വർഷങ്ങളായി, ഇപ്പൊ 20 വർഷങ്ങളായിട്ടുണ്ട്. അന്ന് കണ്ട ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ ഫർഹാന, അവളിപ്പോ അനാഥയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവളുടെ ഉപ്പയുടെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള ആയിഷയുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെയാണ് ജീവിക്കുന്നത്. വേലക്കാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടിമയെ പോലെ. അവൾ അങ്ങനെയാണ് അവിടെയുള്ള എല്ലാവരും കാണുന്നത് തന്നെ. ജീവിക്കാൻ മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഫർഹാന അവരുടെ കൂടെ തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ ആയിഷയ്ക്ക് ഒരു മകളുണ്ട്, ലൈല കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ പേര് ഹസൻ. അതുപോലെ തന്നെ ലൈലയ്ക്ക് 2 മക്കളുണ്ട്, നൂറു അതുപോലെ തന്നെ ഫിദ. ഇനി ഐഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ പ്രായമായിട്ടുണ്ട്. ഇപ്പൊ വീൽ ചെയറിലാണ് ഇരിക്കുന്നതൊക്കെ, നടക്കാനൊന്നും കഴിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഫർഹാന തന്നെയാണ്. ഇപ്പൊ തന്നെ ഭക്ഷണം കൊടുത്ത സമയത്ത് അതിന് വലിയ ചൂടാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തുപ്പലാണ്. അതിന്റെ കൂടെ തന്നെ വെറുതെ ചീത്ത പറയണം. എന്നാൽ ഇതൊക്കെ കേട്ട് ഫർഹാന ഒന്നും പറയാതെ അതെല്ലാം തുടച്ചു കൊടുത്ത് അവർക്ക് വീണ്ടും ഊതി ഭക്ഷണം കൊടുക്കുകയാണ്. ഒന്നും പറയുന്നില്ല കേട്ടോ. അവളുടെ ഗതികേടാണ്, അവസ്ഥ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ആയിഷ ഉണ്ടല്ലോ, അവരുടെ മകൾ ലൈല, അവൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവളിപ്പോ നേരെ രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. അതുപോലെ തന്നെ മക്കളായിട്ടുള്ള നൂറും ഫിദയും കൂടെ മദ്രസയിലേക്ക് പോകുന്നുണ്ട്. ഫിദ അത്യാവശ്യം നല്ലൊരു മതവിശ്വാസിയാണ്. അപ്പൊ പള്ളിയിലെ ഉസ്താദ് അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതായത് മനുഷ്യൻ നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഇതെല്ലാം എഴുതി വെക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. തിന്മ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ജിന്നുകൾ സിജിൻ എന്ന പുസ്തകത്തിൽ നിങ്ങളുടെ ആ ഒരു തിന്മ എഴുതി വെക്കും. ഇനി നിങ്ങൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇലിയൻ എന്ന പുസ്തകത്തിൽ നിങ്ങളുടെ നന്മ എഴുതി വെക്കും. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. അങ്ങനെ അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിള്ളേരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു
തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മുടെ ഫർഹാനെ ഉണ്ടല്ലോ, അതായത് തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു പെൺകുട്ടി, ആ സംഭവം അന്ന് നടന്ന ആ ഒരു വീട് ഇവർ കാണുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് മുന്നേ ആ വീട്ടിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ആ വീടിന്റെ അടുത്ത് കൂടെ പോകുന്നത് തന്നെ പേടിയാണ്. അപ്പൊ ആ വീടിന്റെ ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് പിള്ളേരൊക്കെ വേഗം ഓടിപ്പോവും, വാ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഫിദയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അവളുടെ അനിയൻ നൂറു അവിടെ വെച്ചിട്ട് ഈ ഓജോ ബോർഡിൽ കളിക്കുന്ന ഒരു പരിപാടി അവനുണ്ട് കേട്ടാ. അവൻ എന്തൊക്കെയോ ചെയ്ത് ഗുഡ് സ്പിരിറ്റ് കം അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് വാതിൽ തുറക്കുകയാണ്. അവനാകെ പേടിച്ചു പോയി, വല്ല ആത്മാവ് വന്നോ എന്ന് കരുതിയിട്ട്. പക്ഷെ അത് മദ്രസയിൽ നിന്നും തിരിച്ചു വന്ന അവന്റെ ഇത്തയായിരുന്നു, അതായത് ഫിദയായിരുന്നു കേട്ടോ. എന്തായാലും അതിനുശേഷം ഫിദയും അതുപോലെ നമ്മുടെ ഫർഹാന് ഇവർ രണ്ടുപേരും കൂടി നേരെ ഫിദയുടെ മുത്തശ്ശിയായിട്ടുള്ള ഐഷയുടെ അടുത്തേക്ക് പോവാണ്. വയ്യാതെ എടുക്കുകയാണല്ലോ, അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചെറുക്കൻ നൂറും ഉണ്ടല്ലോ ഫർഹാനോട് ചോദിക്കുകയാണ്, അല്ല ആന്റി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മരിച്ചുപോയ ആൾക്കാരോട് സംസാരിക്കണം തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഫർഹാൻ ഒരു വിഷമത്തോടു കൂടെ പറയാണ്, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്റെ ഉപ്പയോടും ഉമ്മയോടൊക്കെ സംസാരിക്കണമെന്ന്. എന്നാൽ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് കേട്ടപാട് വയ്യാതെ കിടന്നിരുന്ന ആയിഷ ചാടി അങ്ങ് എഴുന്നേക്കാണ്. ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, അവർക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടപ്പോ ഫർഹാനെ വേഗം തന്നെ ഓക്സിജൻ വലിക്കാൻ ആ ഒരു സാധനം എടുത്ത് വരുമ്പോൾ അതെല്ലാം തട്ടി മാറ്റിയിട്ട് ആയിഷ ഇപ്പൊ ഫർഹാനെ നോക്കിയിട്ട് പറയാണ്, ഓ നിനക്ക് നിന്റെ ഉപ്പാനി ഉമ്മാനി അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല അല്ലെ, എന്റെ ജീവിതം നശിപ്പിച്ച രണ്ടെണ്ണങ്ങൾ. ഒരു കാര്യം ഫർഹാനെ നീ മനസ്സിലാക്കിയോ, നിന്റെ ഉപ്പയായാലും ശരി ഉമ്മയായാലും ശരി രണ്ടുപേരും നല്ലതല്ല. അവര് രണ്ടുപേരും അവർക്ക് അർഹിച്ചത് തന്നെ കിട്ടിയിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് നീ വല്ലാതെ നിന്റെ ഉപ്പാനി ഉമ്മാനി അങ്ങോട്ട് വലിയ ആളാക്കാൻ നോക്കണ്ട കേട്ടോ. ഇതും പറഞ്ഞ് ആയിഷ പെട്ടെന്ന് പിന്നിലേക്ക് അങ്ങ് മറിഞ്ഞു വീഴാണ്. അവർക്ക് ശ്വാസം എടുക്കാനേ പറ്റുന്നില്ല. അവസാനം ശ്വാസം മുട്ടി ചോര തുപ്പി ആയിഷ ആ ഒരു ബെഡിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോവാണ്. ശരിക്കും ഫർഹാനെ ഇത് വല്ലാതെ ഷോക്ക് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ട് അവിടെ ഈ ആയിഷയുടെ പേരക്കുട്ടികൾ നൂറും ഫിദയുണ്ട്. രണ്ടുപേരും ആകെ ഞെട്ടിപ്പോയി. എന്തായാലും ആയിഷ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോ ഈ എന്താ പറയാ, മൃതദേഹം കൊണ്ടുപോകുന്നതിന് മുന്നേ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിനായിട്ട് ആയിഷയുടെ ഡെഡ് ബോഡി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ആ നേരത്ത് അവിടുത്തെ ഉണ്ടായിരുന്ന ഉസ്താദ് പറയാണ്, ഇപ്പോൾ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി, ബാക്കിയുള്ള എല്ലാവരും പുറത്ത് പോയിക്കാന്ന് പറയണം. എല്ലാവരും പുറത്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഫർഹാന അവിടെ നിൽക്കുകയാണ്. ഇതേ നേരം ഫർഹാനെ ഈ ലൈല നോക്കുന്നുണ്ട്, അതായത് ആയിഷയുടെ മകള്. എന്താണോ ആയിഷയുടെ സ്വഭാവം ഏകദേശം അതുപോലെ തന്നെയാണ് ഈ ലൈലയുടെ സ്വഭാവം. ലൈല ഇപ്പൊ ഫർഹാനെ നോക്കിയിട്ട് പറയാണ്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അല്ല നീ പുറത്തേക്ക് പോകുന്നു പറയാണ്. അപമാനിക്കപ്പെട്ട് ആ ഒരു വിഷമത്തില് പാവം ഫർഹാന തലയും താഴ്ത്തി അവിടുന്ന് പോവുകയാണ്. പിന്നീട് ആ ഒരു ശവശരീരം നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാവർക്കും കാണാൻ പാകത്തിന് കൊണ്ടുപോയി വെക്കുകയാണ്. അവസാനം ആ ഒരു മൃതദേഹം അവിടുന്ന് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരും അവസാനമായിട്ട് ആയിഷയ്ക്ക് ഒരു മുത്തം കൊടുക്കുകയാണ്. മകളായിട്ടുള്ള ലൈല, അതുപോലെ തന്നെ പേരക്കുട്ടികളായിട്ടുള്ള നൂറു, ഫിദ, പിന്നെ ലൈലയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഹസൻ, ബാക്കിയുള്ള കുടുംബക്കാർ എല്ലാവരും മുത്തം കൊടുത്തു. ഇനിയിപ്പോ ഫർഹാനയുടെ അവസരമാണ്. അവളും ഒന്ന് മുത്തം കൊടുക്കാമെന്ന് കരുതിയിട്ട് ആയിഷയുടെ ആ ഒരു മൃതദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ ഈ ആയിഷ ഫർഹാനയോട് ചെയ്ത ആ ഒരു ക്രൂരതകൾ ഓർമ്മ വരികയാണ്. പട്ടിണി കിട്ടതും വേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അത് അവളെ കൊണ്ട് തീറ്റിച്ചതും അങ്ങനെ ക്രൂരമായിട്ട് പല കാര്യങ്ങളും ചെറിയ പെൺകുട്ടിയായിട്ടുള്ള ഫർഹാനെ കൊണ്ട് ആയിഷ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മൃതദേഹത്തിൽ ചുംബിക്കാൻ പോകുമ്പോൾ ഫർഹാനയ്ക്ക് ഇതൊക്കെയാ ഓർമ്മ വരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആയിഷയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ്. അതൊരു മൃതദേഹമായിരുന്നു. എന്നാൽ അതിന്റെ കണ്ണ് തുറകുന്നുണ്ട്. എന്നിട്ട് ഫർഹാനെ നോക്കിയിട്ട് പറയാണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടിന്ന്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഫർഹാനെ പേടിച്ച് നിലവിളിച്ചു പോവാണ്. എന്നാൽ ഇതൊന്നും മറ്റാരും കണ്ടില്ല കേട്ടോ. ഫർഹാനെ നിലവിളിച്ചത് എല്ലാവരും കേട്ടു. പെട്ടെന്ന് തന്നെ ലൈല അങ്ങോട്ടേക്ക് വന്നിട്ട് ഫർഹാനയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുത്തിട്ട് പറയാണ്, ഒരു ഗതിയും പരഗതി ഇല്ലാതെ തെരുവിലായ സമയത്ത് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഭക്ഷണവും വെള്ളവും വസ്ത്രവും എല്ലാം തന്ന് നിന്നെ നോക്കിയത് എന്റെ ഉമ്മയാ. എന്നിട്ട് എന്റെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന നേരത്ത് നീ എന്റെ ഉമ്മയെ അപമാനിക്കുന്നോ, വൃത്തികെട്ടവളെ. പാവം ഫർഹാന അടിയും കൊണ്ട് കരഞ്ഞുകൊണ്ട് തലയും താഴ്ത്തി അവിടെ അങ്ങനെ ഇരിക്കുകയല്ലാതെ അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ലൈലയ്ക്ക് എന്തിനാണ് ഫർഹാനയോട് ഇത്ര ദേഷ്യം? ചെറിയ പ്രായം മുതലേ ലൈല കണ്ടുവരുന്നത് അവളുടെ ഉമ്മയാണ്. ഉമ്മ എന്താ കാണിക്കുന്നത്? അവളുടെ ഉപ്പയുടെ എല്ലാ ദോഷവശങ്ങളും, അതായത് രണ്ടാമത് പെണ്ണ് കെട്ടിയതും അതിലൊരു കുഞ്ഞുണ്ടായതും ഇതെല്ലാം ലൈലയോട് പറയുന്നുണ്ട്. സോ ഉമ്മയുടെ വെറുപ്പ് എന്താണോ അത് അതുപോലെ തന്നെ ലൈലയ്ക്കും കിട്ടിയിട്ടുണ്ട്. സ്വന്തം ഉപ്പാനോടും ഉപ്പ രണ്ടാമത് കെട്ടിയ ആ ഒരു പെണ്ണിനോടും ആ പെണ്ണിലുണ്ടായിരുന്ന മകളായിട്ടുള്ള ഫർഹാനയോടും എല്ലാം ലൈലയ്ക്കും വെറുപ്പാണ്. എന്തായാലും മരിച്ചുപോയ ആയിഷയുടെ ആ ഒരു മൃതദേഹം മറവ് ചെയ്യാണ്. ചടങ്ങെല്ലാം കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞു. അതുപോലെ തന്നെ ആയിഷയുടെ മകളായിട്ടുള്ള ലൈല അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ടേക്ക് ജോലിക്കായിട്ട് പോവാണ്. ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ കാണിക്കുകയാണ്. അവിടുത്തെ ഈ ചുമട് എടുത്ത് വെക്കുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പയ്യനുണ്ട് ചാലിക്ക്. ഒരു കസ്റ്റമർ വന്ന സമയത്ത് അയാളുടെ വണ്ടിയിലേക്ക് കുറച്ച് ചാക്കും കാര്യങ്ങളും കയറ്റി കൊടുത്തപ്പോൾ ആ കസ്റ്റമർ ചാലിക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ജോലിക്കാരന് ഒരു ടിപ്പ് കൊടുക്കുകയാണ്. അത് കണ്ടപാട് തന്നെ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ഫർഹാനയും അവിടുത്തെ ജോലികളൊക്കെ ചെയ്യട്ടോ. ഫർഹാന ചാലിക്കിനോട് പറയാണ്, വെറുതെ അങ്ങനത്തെ കാശൊന്നും എടുത്ത് കീശയിൽ വെക്കണ്ട, ഇങ്ങനെ ടിപ്പ് കിട്ടിയാൽ വരെ അത് നേരെ നമ്മുടെ മുതലാളിച്ച്, അതായത് ലൈലയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്ക്, അല്ലെങ്കിൽ ആകെ പ്രശ്നവും അവരുടെ സ്വഭാവം നിനക്ക് അറിയാലോ എന്ന് പറയാം. ചാലിക്ക് പറയണം, ഓക്കെ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചെയ്തോളാന്ന് പറയണം. കറക്റ്റ് ഈ സമയത്ത് തന്നെ ലൈല അങ്ങോട്ടേക്ക് വരികയാണ്. ലൈല വന്ന് നോക്കുമ്പോൾ എന്താ ഫർഹാനയുടെ കയ്യിൽ കാശ് കാണുകയാണ്. ഇപ്പൊ ഫർഹാനയോട് ചോദിക്കണം, എന്താടി നിന്റെ കയ്യിൽ ഒരു കാശ്? അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അപ്പൊ തന്നെ ഫർഹാന പറയുന്നുണ്ട്, അങ്ങനെയല്ല താത്ത, അങ്ങനെയല്ല, ഞാൻ കാര്യം പറയാന്ന് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖത്ത് അടിക്കാൻ നിൽക്കുകയാണ്. എന്നോട് ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. എന്റെ ഉമ്മ മരിച്ചെന്ന് കരുതിയിട്ട് നിന്നെ ഭരിക്കാൻ ഇവിടെ ആരുമില്ലാന്ന് നീ കരുതണ്ട. അതുകൊണ്ട് നോക്കിയും കണ്ടും
കണ്ടും നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഫർഹാനെ വല്ലാതെ ലൈല അപമാനിക്കുകയാണ്. അവളാകെ തകർന്നില്ലാതായി എന്ന് പറയാം. ഭയങ്കര സാഡായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് മറ്റേ ആ ഒരു ചാലിക്ക് എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവൻ വന്നിട്ടാണ് പിന്നീട് ഫർഹാനെ സമാധാനിപ്പിക്കുന്നത്. അവൾക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ ഒരു നല്ല സുഹൃത്താണ് ഈ ചാലിക്ക്. അതുകൊണ്ട് തന്നെ ചാലിക്കിനോട് ഫർഹാന ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ചാലിക്ക്, മറ്റാരോടും പറയില്ലെങ്കിൽ ഞാനൊരു സഹായം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ചാലിക്ക് പറയാണ്. ഫർഹാന പറയാണ്, കുറച്ച് അകലെ ഒരു സ്ഥലമുണ്ട്, നീ എന്നൊന്ന് അങ്ങോട്ടേക്ക് ആക്കി തരുമോ? എന്തായാലും ചാലിക്ക് ഫർഹാന പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥലത്തേക്ക് ഫർഹാനെ ആക്കി കൊടുക്കുകയാണ്. കാടിന്റെ ഒരു ഭാഗമാണ്. അവിടെ എത്തിയ സമയത്ത് ചാലിക്കിനോട് പറയാണ്, ഇനി നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കാടിന്റെ ഉള്ളിലേക്ക് ഫർഹാന പോകുന്നുണ്ട് കേട്ടോ. ഉൾക്കാട്ടിലായിട്ട് ഒറ്റപ്പെട്ട ഒരു വീട് കാണുന്നുണ്ട്. അവിടെ ഒരു ദുർമന്ത്രവാദി ഉണ്ട്. അയാളുടെ അടുത്തേക്ക് ഫർഹാന ചെന്നിട്ട് ഒരു ഫോട്ടോ കാണിക്കുകയാണ്. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ലൈല, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഹസൻ, അവരുടെ 2 മക്കളായിട്ടുള്ള നൂറ, ഫിദ. ഈ ഫോട്ടോയിലുള്ള ആൾക്കാരെ എനിക്ക് നശിപ്പിക്കണം എന്ന് പറയാണ്. അതായത് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു പാവൊന്നും അല്ല ഫർഹാന. കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള ആ ഒരു പീഡനം കാരണം അവളുടെ മനസ്സും കല്ലായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു മന്ത്രവാദി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമുക്ക് അവരെ ഉപദ്രവിക്കേണ്ടത്? കയ്യോ കാലോ അങ്ങനെ എന്തെങ്കിലും മതിയോ? ഇപ്പൊ ഫർഹാന പറയാണ്, കയ്യോ കാലോ ഒന്നുമല്ല, എല്ലാം നരകിച്ച് മരിക്കണം. പക്ഷെ ആ കൂട്ടത്തിൽ 2 പിള്ളേരുണ്ട്, അതൊന്നും ഫർഹാൻ ഇപ്പൊ നോക്കുന്നില്ല. അവള് ഉറച്ച മട്ട് തന്നെയാണ്. ഇത് കേട്ടപ്പോൾ മന്ത്രവാദി പറയണ, ശരി, ഒരു തീരുമാനവുമായിട്ട് നീ മുന്നോട്ടേക്ക് പോയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ എന്തായാലും നിന്നെ സഹായിക്കാം. അതുപോലെ തന്നെ ഇത് കാരണം വേറെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതും ഏറ്റെടുക്കാൻ താങ്ങാൻ നീ തയ്യാറായിരിക്കണം. എല്ലാത്തിനും ഞാൻ തയ്യാറാണ് ഫർഹാന പറയാണ്. അതായത് അവളുടെ മനസ്സ് ദുഷിച്ചു കഴിഞ്ഞായിരുന്നു അവൾക്ക് ഏറ്റ ആ ഒരു പീഡനം കാരണം. പിന്നീട് ചില കർമ്മങ്ങളൊക്കെ അവിടെ വെച്ച് ആ ഒരു മന്ത്രവാദി ചെയ്യാണ്. ഇതേ നേരം ഫർഹാനയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫാമിലി ഫോട്ടോ കത്തിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം സിഗരറ്റ് അങ്ങനെ എന്തോന്ന് ഈ മന്ത്രവാദി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മന്ത്രവാദി പറയാണ്, ഈ ചടങ്ങുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ 41 ദിവസം പഴക്കുള്ള ഒരു മൃതദേഹം എനിക്ക് വേണമെന്ന്. ഒരിച്ചിരി നേരം ആലോചിച്ച് ഫർഹാന പറയാണ്, ഞാനത് കൊണ്ടുവരും. പിന്നീട് ആ മന്ത്രവാദി വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിഗരറ്റ് അവളുടെ കയ്യിൽ വെച്ച് അവളുടെ കൈ പൊള്ളിച്ച് അതുകൊണ്ട് അവളുടെ മുഖത്ത് തടവും പറയുന്നുണ്ട്. പിന്നീട് ഫർഹാന അതുപോലെ തന്നെ ചെയ്ത് അവിടുന്ന് തിരിച്ചു പോവാണ്. ഇനി മന്ത്രവാദി പറഞ്ഞതുപോലെ തന്നെ 41 ദിവസം പഴക്കുള്ള ഒരു മൃതദേഹം വേണം. ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിട്ട് ഫർഹാനിക്ക് അതെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ചാലിക്കിന്റെ സഹായം ചോദിക്കുകയാണ്. പിന്നീട് ഇവര് 2 പേരും കൂടെ അർദ്ധരാത്രിയിൽ ശവപ്പറമ്പിലേക്ക് പോവാണ്. എന്നിട്ട് ഫർഹാന തോണ്ടിയെടുക്കുന്നത് ആരുടെ മൃതദേഹമെന്നറിയോ? 41 ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ഐഷയുടെ മൃതദേഹം. കാരണം അതിൽ കർമ്മങ്ങൾ ചെയ്താൽ വളരെ ഫാസ്റ്റ് ആയിരിക്കുമെന്ന് ആ മന്ത്രവാദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അർദ്ധരാത്രിയിൽ ഒരു ശവപ്പറമ്പിൽ പോയിട്ട് ഒരു ശവം തോണ്ടിയെടുത്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യരുടെ മനസ്സൊക്കെ എങ്ങനെയായി മാറിയിട്ടുണ്ടാവും. എന്തായാലും ഫർഹാൻ ഇപ്പൊ ചാലിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ഐഷയുടെ മൃതദേഹം മന്ത്രവാദിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ചാലിക്കിനോട് ഇവർ പുറത്ത് നിൽക്കാൻ പറയുന്നുണ്ട്. പിന്നീട് വളരെ ക്രൂരമായിട്ടുള്ള ചില ചടങ്ങുകൾ അതിന്റെ ഉള്ളിൽ വെച്ച് നടക്കുകയാണ്. അതായത് ഒരു കോഴിയുടെ കഴുത്തറുത്ത് ആ രക്തം കൈകളിലാക്കി ഒരാടിനെ കൊന്ന് അതിന്റെ തോലെടുത്ത് ആ തോലിൽ ചില മന്ത്രവാക്യങ്ങൾ എഴുതി ഇത് അവളുടെ കയ്യിൽ കൊടുത്ത് ആ രക്തം ഫർഹാനിയുടെ മുഖത്ത് പുരട്ടാൻ വേണ്ടി പറയാണ്. ഇതേ നേരം തന്നെ ഫർഹാനിക്ക് തോന്നുകയാണ് അവൾ ഏതോ ഒരു ശവക്കുഴിയിലാണ്, ഒരു ശവം പോലെയായിട്ട് അവൾക്ക് സ്വയം തോന്നുകയാണ്. അങ്ങനെ ആ ചടങ്ങെല്ലാം ചെയ്തു കഴിഞ്ഞ സമയത്ത് ഈ ഒരു മന്ത്രവാദി പറയണം, ഫർഹാന, നീ വിചാരിച്ചതുപോലെ തന്നെ ഇനി കാര്യങ്ങൾ നടക്കാൻ പോവാണ്. അവർ, അതായത് ആ ജിന്നുകൾ നിനക്ക് സമ്മതം മൂളിക്കഴിഞ്ഞു. ഇനി നിനക്ക് വേണ്ടി നിന്റെ ആഗ്രഹം പോലെ തന്നെ അവർ ചില കാര്യങ്ങൾ നിനക്ക് ചെയ്തു തരും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് തന്നെ മരിച്ചു കിടക്കുന്ന, അതായത് ശവമായി കിടക്കുന്ന ആയിഷയുടെ വായിലേക്ക് അവരുടെ എന്തോ പേരെഴുതി ചില മന്ത്രവാക്യങ്ങൾ എഴുതി ആട്ടിൻ തോലിലാണ് ഇത് എഴുതുന്നത്. എന്നിട്ട് അവരുടെ വായിൽ അത് കുത്തിക്കയറ്റി വായ അടക്കുകയാണ്. എന്നിട്ട് ഫർഹാനയോട് മന്ത്രവാദി പറയുന്നുണ്ട്, ഇനി നിനക്ക് ആരെയാണോ ഉപദ്രവിക്കേണ്ടത് അവരുടെ പേര് ഒരു കഷ്ണം പേപ്പറിൽ എഴുതി അത് ചുരുട്ടി ദാ ഈ മൃതദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുറിവുണ്ടാക്കി അതിന്റെ ഉള്ളിൽ തിരികെ വെക്കുക. ആ മുറിവുണ്ടാക്കിയ സ്ഥലം ഉണ്ടല്ലോ അതേ രീതിയിൽ തന്നെ നീ പേരെഴുതി വെച്ച ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഈ ശവം പൂർണ്ണമായിട്ടും അളിഞ്ഞ്, അതായത് ചീഞ്ഞില്ലാതാവുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്തു തീർത്തണം, അത് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. എല്ലാം കേട്ട് മനസ്സിലാക്കിയ ഫർഹാന ആ മൃതദേഹവുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ നേരം തന്നെ ലൈലയുടെ മകളായിട്ടുള്ള ഫിദയെ കാണിക്കുകയാണ്. ഫിദയെ കുറിച്ച് അറിയാലോ, അത്യാവശ്യം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തിയുള്ള ആളാണ്. അവളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വീടിന്റെ മുകൾ ഭാഗത്തൂടെ ഒരു തീപ്പന്തം പോലെ എന്തോന്ന് പോവുകയാണ്. അതായത് ആ കൂടോത്രത്തിന്റെ എഫക്റ്റ് ആണത്. മാത്രമല്ല വീടിന്റെ ഒരു ഭാഗത്തെ ചില്ല് പൊട്ടുകയാണ്. ചില ജീവികൾ അതിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രാർത്ഥന നിർത്തി അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഫിദ പോവുകയാണ്. ആ നേരം പൊട്ടിയ ചില്ലിൽ ഒരു കഷ്ണം അവളുടെ കാലിൽ തറക്കുന്നുണ്ട് കേട്ടോ. രക്തം വന്നു, നന്നായിട്ട് വേദനിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഫിദ മറ്റൊരു കാര്യം കേൾക്കുകയാണ്. മരിച്ചുപോയ അവളുടെ ഉമ്മാമ ഐഷയുണ്ടല്ലോ, അവരുടെ ശബ്ദം, അവര് കരയുന്നത് പോലെ. പതിയെ ഇപ്പോ അവളുടെ ഉമ്മാമ ഐഷയുടെ റൂമിലേക്ക് ഫിദ ചെന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്ത രൂപത്തിൽ അവിടെ ഇരിക്കുന്ന ഐഷയെ കാണുകയാണ്. അവളൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ. എന്നാൽ അവളുടെ കരച്ചിൽ കേട്ട് വേഗം അങ്ങോട്ടേക്ക് ഫർഹാൻ ഓടി വരികയാണ്. ഒന്നും അറിയാത്തതുപോലെ എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഉമ്മാമ ഇവിടെ കണ്ടു എന്ന് പറയാണ്. അപ്പൊ ഫർഹാൻ പറയാണ്, വെറുതെ നിനക്ക് തോന്നിയതായിരിക്കും, എന്തായാലും നീ ഇപ്പൊ പോയി കിടന്നോന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ഫിദ പോയി കഴിഞ്ഞ സമയത്ത് ഭയങ്കര ക്രൂരമായ രീതിയിൽ ഫർഹാൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. അതായത് ചെയ്ത പണിയെല്ലാം ഏൽക്കാൻ തുടങ്ങി എന്ന ഭാവത്തിൽ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ലൈല വന്നിട്ട് ഫിദയുടെ കാലിൽ മുറിയുണ്ടായല്ലോ, അതിലൊക്കെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കണം. അപ്പൊ ഫിദ പറയുന്നുണ്ട്, ഉമ്മ ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്.
ഇന്നലെ നടന്ന ചില കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി ഫോട്ടോ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് താഴേക്ക് വീണ് പൊട്ടുക, അസ്വാഭാവികമായിട്ട് പല കാര്യങ്ങളും എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഉമ്മ. ഇതേ കാര്യം തന്നെ നൂറ് പറയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ ഓജോ ബോർഡിൽ കളിക്കുമല്ലോ, എന്നാൽ ഇന്നലെ ആദ്യമായിട്ട് ആരും ഒരാൾ അവനോട് സംസാരിക്കുന്നത് പോലെ അവന് തോന്നി. അത് പിന്നീട് ഉമ്മാമയായിട്ടുള്ള ആയിഷയെന്ന് മനസ്സിലായി. അവർക്ക് എന്തോ വല്ലാതെ വേദന എടുക്കുന്നു എന്നൊക്കെ നൂറുവിനോട് പറഞ്ഞു എന്ന് നൂറ് പറയാണ്. ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ ലൈലി വലിയ കാര്യമാക്കിയില്ല. എന്നാൽ ലൈലിയോട് ഫിദ പറയാണ്, ഉമ്മ എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, വൈകുന്നേരം ഉസ്താദിനെ വിളിക്കണം, നമുക്കൊരു പ്രാർത്ഥന നടത്തണം എന്ന് പറയണം. പിന്നീട് ഫിദയുടെ നിർബന്ധ പ്രകാരം ലൈല അതിന് സമ്മതിക്കുകയാണ്. ഇതേ നേരത്താണ് നമ്മുടെ ഫർഹാനെ മാറ്റി ഒരുങ്ങി പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ലൈല ഫർഹാനെ വിളിക്കുകയാണ്. നിൽക്ക് അവിടെ എന്ന് പറയണം. രാവിലെ മുതലേ ഫർഹാനെ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്, ഇവിടെ ചില്ല് പൊട്ടി കിടക്കുന്നത് നീ കാണുന്നില്ലേ, അതൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ വൈകുന്നേരം ഉസ്താദ് ഇങ്ങോട്ടേക്ക് വരും, അതിന് മുന്നേ ഇത് മുഴുവൻ ക്ലീൻ ചെയ്യണം എന്ന് പറയണം. എന്നാൽ ഇത് കേട്ട ഭാവമില്ലാതെ ഫർഹാനെ പറയണം, ഇല്ല എനിക്ക് പുറത്ത് പോകണമെന്ന്. പുറത്തെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലേക്കാണോ? അല്ല, എനിക്ക് വേറെ സ്ഥലത്ത് പോകണമെന്ന് നല്ല അഹങ്കാരത്തിൽ അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആ ലൈല പറയാണ്, ആഹാ ഉമ്മ മരിച്ചേ പിന്നെ നിനക്ക് ഒരു ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്, നീ വല്ലാതെ നെകളിക്കാൻ നിൽക്കണ്ട കേട്ടോ, നോക്കിക്കോ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയാണ്. എന്നാൽ ഇതൊന്നും മൈൻഡ് ആക്കാതെ ഫർഹാനെ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ തന്നെ ലൈലയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഹസൻ ഉണ്ടായിരുന്നു. എന്നാൽ ഹസന്റെ അടുത്ത് ദേഷ്യമൊന്നും കാണിക്കാതെ നല്ല അടിപൊളിയായിട്ട് ആൾക്കൊരു ചിരിയും കൊടുത്ത് അവിടുന്ന് ഫർഹാന് പോവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫിദ, ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവള് നേരെ അവളുടെ ഉസ്താദിനെ കാണാൻ ചെല്ലുകയാണ്. ഉസ്താദിനോട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് മരിച്ചുപോയ ഉമ്മാമയെ കണ്ടു എന്നെല്ലാം പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് ഉസ്താദ് പറയാണ്, മോളെ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് ഒന്നില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊന്നും മനുഷ്യരുടെ ആത്മാവ് വരില്ല. അതായത് മോളെ ഫിദ, നീ കണ്ടത് ഒരു മനുഷ്യന്റെ ആത്മാവിനെയല്ല, മിക്കവാറും അതൊരു ജിന്നായിരിക്കും. ഇനി നീ എന്തെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിലും അപ്പോഴും നീ ഉറപ്പിച്ചോ അതൊരു ജിന്നായിരിക്കുമെന്ന്. എന്തായാലും രാത്രിയായി. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഫിദ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫാമിലി ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. മറ്റാരും കാണാത്ത ഒരു കാര്യം ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ ഭയന്നു പോയ ഫിദ പെട്ടെന്ന് കരഞ്ഞു കളയാണ് കേട്ടോ. സോ ബാക്കിയുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ മോളെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിദ ഒന്നും പറയുന്നില്ല. അവൾ കണ്ട കാര്യം ആരോടും പറയുന്നില്ല. ഇതേ നേരം പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കാതെ റൂമിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് ഫിദയുടെ അനിയനായിട്ടുള്ള നൂറു. അവനെ അറിയാലോ, എപ്പോഴും ഈ ഓജോ ബോർഡിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ ഫർഹാന, അവളിപ്പോൾ ഉള്ളത് അവളുടെ ആ ഒരു പഴയ വീട്ടിലാണ്. അവിടെ വെച്ച് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം അവൾ ചെയ്യാൻ പോകുന്നത്. അവൾ അവളുടെ ആദ്യത്തെ ഇരയായിട്ട് കാണാൻ പോകുന്നത് മറ്റാരെയല്ല, ലൈലയുടെ ഇളയ മകൻ, ആ ഒരു കുഞ്ഞി മോനെയാണ്. അവന്റെ പേര് ഒരു തൊലിയിൽ എഴുതുകയാണ്. എന്നിട്ടുണ്ടല്ലോ ആയിഷയുടെ ശവം അത് അവളുടെ കയ്യിലുണ്ടല്ലോ, ആ ശവത്തിന്റെ കഴുത്ത് കയറി അതിനുള്ളിലേക്ക് ആ പേരെഴുതിയ പേപ്പർ കഷ്ണം, മീൻസ് ആ ഒരു തൊലിയുടെ കഷ്ണം വെച്ച് അവൾ തുന്നി കെട്ടുകയാണ്. എന്തായാലേ ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഫർഹാന അവനോട് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ഫർഹാനയുടെ ഉള്ളിൽ ആ ഒരു നന്മയെല്ലാം പോയി കഴിഞ്ഞു. പൂർണ്ണമായിട്ടും ഒരു ചെകുത്താന്റെ മനസ്സായിട്ടുണ്ട് അവൾക്ക്. എന്തായാലും ഇപ്പോ നൂറുവിനെ കാണിക്കുകയാണ്. നൂറു ഇങ്ങനെ ആ ഒരു ഓജോ ബോർഡിൽ കളിക്കുന്ന സമയത്ത് അപശബ്ദങ്ങൾ പലതും അവന്റെ അടുത്ത് ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. അവനിക്കിങ്ങനെ ഓരോന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഓജോ ബോർഡിലൂടെ അവന്റെ ഉമ്മാമയെ പോലെ തന്നെ ആ ജിന്നുകൾ അവനോട് സംസാരിക്കുകയാണ്. അതായത് നീ ഞങ്ങളുടെ അടുത്തേക്ക് വാ, എനിക്ക് ഒരുപാട് വേദന എടുക്കുന്നുണ്ട്, നീ എന്റെ അടുത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വല്ലാതെ പേടിപ്പിക്കുകയാണ്. പേടി തോന്നിയ നൂറ് വേഗം തന്നെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കുമ്പോൾ ഒരു ഈച്ച അവന്റെ ചെവിയിൽ വന്ന് കയറുന്നുണ്ട്. അവനെ കൊണ്ട് അതിനെ എടുക്കാൻ കഴിയുന്നില്ല. അവൻ ആ കൊച്ചപ്പാട് ഉണ്ടാക്കുകയാണ്. തല ചെന്ന് ചുമരനെ കടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഫിദ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫിദ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അവൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു ഓജോ ബോർഡ് അത് അവന്റെ തലയിലേക്ക് അവൻ തന്നെ അടിച്ച് പൊളിച്ച് അതിന് ഷാർപ്പായിട്ടുള്ള ഒരു കഷ്ണം കമ്പെടുത്തുകൊണ്ട് സ്വന്തം തൊണ്ടക്കുഴിയിലേക്ക് നൂറ് കുത്തി അങ്ങ് കയറ്റുകയാണ്. സ്വന്തം അനിയന് നടക്കുന്ന ഈ ക്രൂരമായ കാര്യം ഒന്ന് നോക്കി നിൽക്കാൻ മാത്രമേ ഫിദക്ക് കഴിഞ്ഞുള്ളൂ. ഒരിച്ചിരി നേരം അവൾ അങ്ങനെ സ്തംഭിച്ചു പോവാണ്. പിന്നീട് എല്ലാവരും ഓടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. മരിച്ചു കിടക്കുന്ന നൂറുവിനെ ലൈലയും കാണുന്നുണ്ട്, ഹസനും കാണുന്നുണ്ട്. എല്ലാവരും പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുകയാണ്. ഒറ്റൊരാൾ ഒഴികെ ഫർഹാന. അവള് ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം നൂറുവിന്റെ മൃതദേഹം അടക്കുന്ന സമയത്ത് എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു വിഷാദമായിരുന്നു. എന്നാൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫർഹാന. ഈ കാര്യം ഒരാൾ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും അവളെ സഹായിച്ച അവളുടെ ആ ഒരു സുഹൃത്തായിട്ടുള്ള ചാലിക്ക്. ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ചാലിക്ക് ഫർഹാനയോട് പറയാണ്, നിനക്ക് ഞാൻ കൂട്ടുനിന്നത് നീ കുറെ കാര്യങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ്. അതിന് നിനക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നീ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇപ്പൊ മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞിമോൻ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഫർഹാന? ഇത് കേട്ട സമയത്ത് ഒരു മനസാക്ഷിയോ ഒരു മനസ്സിലൊരു കുത്തലോ കുറ്റബോധമോ ഒന്നുമില്ലാതെ ഫർഹാന പറയാണ്, ഓരോരുത്തർ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അവരനുഭവിച്ചേ തീരൂ. പിന്നീട് അവൾ അവിടുന്ന് പോവാണ്. അപ്പൊ തന്നെ ചാലിക്കിനൊരു കാര്യം മനസ്സിലായി. അതായത് ഒരു ചെകുത്താനെയാണ് അവൻ സഹായിച്ചതെന്ന്. പിന്നീട് ലൈലയുടെ വീട്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ലൈല 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹസൻ വന്ന് ചോദിക്കുന്നുണ്ട്, ലൈല നിനക്കെന്ത് എപ്പോഴും ഈ കാശി കാശി എന്നൊരു ചിന്തയേ ഉള്ളൂ? ഉമ്മ മരിച്ചുപോയി, ഇപ്പൊ ഇതാ മോനും മരിച്ചുപോയി, അപ്പൊ നീ കടയിലേക്ക് പോകണം, നിനക്ക് കച്ചവടമാണോ ഏറ്റവും വലുത്? അപ്പൊ ലൈല പറയണത് ശരിയാണ്, എന്റെ മോൻ നഷ്ടമായി, എനിക്ക് എന്റെ ഉമ്മ നഷ്ടമായി എന്ന് കരുതിയിട്ട് എന്റെ ജീവിതമാർഗം എനിക്ക് കൈവിട്ട് കളയാൻ പറ്റുമോ? രണ്ടുപേരും ചെറുതായിട്ട് അവിടുന്ന് വഴക്ക് കൂടുന്നുണ്ട്. ഈ കാര്യം കണ്ട് ഒരാൾ അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ട്, മറ്റാരുമല്ല ഫർഹാനൻ. അങ്ങനെ കുറച്ചു സമയം കഴിയാണ് എല്ലാവരും ഇപ്പോൾ
സൂപ്പർ മാർക്കറ്റിലാണ്. അവിടെ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസന്റെ കൈ തട്ടി എന്തോ ഒരു ബോട്ടിൽ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ലൈല സ്വന്തം കെട്ടിയോനാണ് എന്ന് പോലും നോക്കാതെ അയാളെ ചീത്ത പറയാണ്. അയാളുടെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ലൈല നോക്കുന്നില്ല കേട്ടോ. ഈ ഒരു അവസരം കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഫർഹാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അതിൽ ബാൻഡേജ് എല്ലാം ചുറ്റി കൊടുക്കുന്നുണ്ട്. സാരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹസനെ ആശ്വസിപ്പിക്കുകയാണ്. മാത്രമല്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫർഹാനെ മനഃപൂർവ്വം തന്നെ 2 ബോട്ടിലെടുത്ത് താഴേക്കിടുകയാണ്. അതായത് ലൈല വന്നിട്ട് അവളെ ചീത്ത പറയാൻ. വിചാരിച്ചതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ലൈല വന്ന് അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഹസൻ വന്നിട്ട് ലൈലയോട് പറയാണ്, ലൈല നിനക്ക് എന്താണ് എപ്പോ നോക്കിയാലും എല്ലാവരോടും ദേഷ്യം, നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവണ്. അവസാനം ഹസൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ പോയത് ഫർഹാനെ കണ്ടു കേട്ടോ. ഇതൊക്കെ തന്നെയായിരുന്നു അവളുടെ ഉള്ളിലിരിപ്പ്. ഇപ്പൊ വീട്ടിലേക്ക് പോയ ഹസൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ആ ഒരു അവസരം മുതലെടുക്കാന്ന് കരുതിയിട്ട് ഫർഹാനെ നേരെ ഹസന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഹസൻ നല്ല വിഷമത്തിലായിരുന്നു. ആ അവസരം ഫർഹാനെ നല്ല ഉപയോഗിച്ച് അയാളിലേക്ക് നന്നായിട്ട് അടുക്കുകയാണ്. അങ്ങനെ അവരുടെ ഇടയിൽ എല്ലാം നടന്നു കഴിഞ്ഞു. ഫർഹാന വിചാരിച്ചതുപോലെ തന്നെ. എന്നിട്ട് ഫർഹാന ചോദിക്കുകയാണ്, ഒരു അവസരം വരികയാണ് ഹസൻ, എന്നെ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള ലൈലയെ തിരഞ്ഞെടുക്കാനും നിങ്ങൾ ആരുടെ കൂടെ പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഹസൻ പറയാണ്, ഞാൻ ലൈലയുടെ കൂടെ പോകും, കാരണം അവളെന്റെ ഭാര്യയാണ്, എനിക്കൊരു കുടുംബമുണ്ട്. എന്നാൽ ഒന്ന് മുഖം വാടി ഫർഹാന ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്റെ കൂടെ വന്നൂടെ, നമുക്ക് ഇവിടുന്ന് പോകാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഹസൻ പറയാണ്, ഫർഹാന അത് വേണ്ട. എന്നാൽ വീണ്ടും ഫർഹാൻ അത് പറഞ്ഞ സമയത്ത് ഹസൻ പറയാണ്, ഫർഹാന വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നത്. നിന്റെ ഉമ്മ ചെയ്ത അതേ തെറ്റ് തന്നെ, മറ്റൊരാളുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നോക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ഇത് പറഞ്ഞ സമയത്ത് ഫർഹാനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഹസൻ വാക്കുകൾ നോക്കി ഉപയോഗിക്കുക. എന്റെ ഉമ്മയെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഹസൻ ആ ഒരു റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതേ നേരം അങ്ങോട്ടേക്ക് ഫിദ വരുന്നുണ്ട്. ഫിദ കാണുന്ന എന്താ, പാതി വസ്ത്രത്തിൽ നിൽക്കുന്ന ഫർഹാന, അതുപോലെ തന്നെ അവളുടെ ഉപ്പയെ. എന്തെല്ലാം നടന്നു കഴിഞ്ഞു എന്ന് ഫിദയ്ക്ക് മനസ്സിലായി. അവൾ ആ ഒരു ഷോക്കിൽ നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് പേടിച്ചുകൊണ്ട് ഹസൻ വന്നിട്ട് പറയണ, മോളെ ദയവ് ചെയ്ത് ഉമ്മയോട് ഇപ്പൊ ഈ ഒരു കാര്യം നീ പറയരുത്. ആ തരിപ്പിൽ നിൽക്കുന്ന ഫിദയ്ക്ക് എന്ത് പറയണം എന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അതേ നേരം ഹസൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. ഫർഹാൻ ആരും കാണാതെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതായത് ഇന്ന് ആർക്കോ ഒരാൾക്ക് അവൾക്ക് പണി കൊടുക്കേണ്ടതുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫിദ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾ ചൊല്ലുന്ന സമയത്ത് അവളുടെ തൊട്ട് പിന്നിലായിട്ട് തന്നെ മറ്റൊരു ജിന്ന് വന്നിരിക്കുകയാണ്. അവൾ ചൊല്ലുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആ ഒരു ജിന്നും പറയാണ്. ഒരു എക്കോ അടിക്കുന്നത് പോലെ ഫിദയ്ക്ക് അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതൊരു എക്കോ അല്ല, തന്റെ കൂടെ നിന്ന് മറ്റാരും ഒരാൾ അത് പറയുന്നതെന്ന് ഫിദയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അവൾ ആകെ പേടിച്ചു പോവാണ്. ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഫർഹാന് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ ആഭിചാരം ഉണ്ടല്ലോ, ആ ആഭിചാരത്തിന്റെ ഫലമായിട്ടാണ്. ഈ ഒരു കുടുംബത്തിനെ പരമാവധി ഉപദ്രവിക്കുക, അതാണ് അവളുടെ ലക്ഷ്യം. ഇനി അവൾ കൊല്ലാൻ പോകുന്നത് മറ്റാരെയല്ല, ഹസനെയാണ്. കാരണം ഫർഹാനയുടെ ഉമ്മയെക്കുറിച്ച് ഹസൻ മോശമായിട്ട് സംസാരിച്ചല്ലോ, അത് അവൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഹസന്റെ പേര് എഴുതിയിട്ട് ഐഷയുടെ ആ ഒരു മൃതദേഹത്തിന്റെ കണ്ണ് കുത്തി കീറിയെടുത്ത് അതിന്റെ ഉള്ളിലേക്കാണ് ഹസന്റെ ആ ഒരു പേര് എഴുതി വെക്കുന്നത്. എന്നാൽ ഇതേ നേരം തന്നെ നമ്മുടെ ഫിദയുടെ ഉസ്താദ് ഇതിനെതിരെയായിട്ട് ചില മന്ത്രങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫർഹാന് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതായത് അവിടെ ഉണ്ടായിരുന്ന ആയിഷയുടെ മൃതദേഹം പെട്ടെന്ന് എഴുന്നേറ്റങ്ങ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഫർഹാന് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ മന്ത്രവാദി ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. സോ അത് വെച്ച് എല്ലാം പഴയതുപോലെ തന്നെ ഫർഹാൻ ആക്കുകയാണ്. ഇതിനുശേഷം കിടന്നുറങ്ങുന്ന ഹസനെ കാണിക്കുകയാണ്. ഇത്തവണ കുറി അടിച്ചിരിക്കുന്നത് അവനാണല്ലോ. ഇപ്പൊ ഹസനെ തൊണ്ടയിൽ എന്തോ കുരുങ്ങിയതുപോലെയൊക്കെ തോന്നുകയാണ്. അവൻ വേഗം ബാത്റൂമിലേക്ക് വന്ന് ഛർദ്ദിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള പല്ല് പോലെ എന്തൊക്കെയോ ഒന്ന്, മാത്രമല്ല കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തോ കയറി പോയതുപോലെ അവന് തോന്നുകയാണ്. അതുകൊണ്ട് വല്ലാതെ ചൊറഞ്ഞ അവസാനം വേദന സഹിക്കാൻ കഴിയാതെ അവന്റെ കണ്ണ് തന്നെ പറിച്ചെടുക്കുകയാണ്. ആ നേരത്ത് അവിടെ നിൽക്കുന്ന ഐഷയുടെ ആത്മാവിനെ കാണുകയാണ്. അതൊന്നും ഐഷയുടെ ആത്മാവൊന്നുമല്ല, ജിന്നാണ്. അവരെ ഉപദ്രവിക്കുന്ന ആ ഒരു ജിന്ന്. അവസാനം 2 കണ്ണും പുറത്തേക്ക് തള്ളി വന്ന് അവിടെ വെച്ച് തന്നെ പെടഞ്ഞ ഹസൻ മരിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ലൈല ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, മൃഗീയമായിട്ട് മരണപ്പെട്ട് കിടക്കുന്ന അവളുടെ ഭർത്താവിനെ. ഇത് കണ്ട് നിലവിളിച്ച് കരയുന്നുണ്ട്. ആ കരച്ചിൽ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. കരച്ചിൽ കേൾക്കുന്ന സമയത്ത് ഫർഹാന് പറയാണ്, ലൈല കരേ നീ നല്ലോണം കരി. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ. ഒരു പാവമായിട്ട് സിനിമയുടെ ആരംഭത്തിൽ കണ്ട ഈ ഫർഹാന എന്തൊരു ക്രൂരയായിട്ടാണല്ലേ മാറിയിരിക്കുന്നത്. എന്തായാലും പിറ്റേ ദിവസം തന്നെ മൃതദേഹം അടക്കാനുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നേരത്തെല്ലാം എല്ലാവരും കരയുമ്പോഴും ഫർഹാനെ ശ്രദ്ധിക്കുന്ന ഒരേ ഒരാളുണ്ട്, ചാലിക്ക്. ഫർഹാനയുടെ ചെയ്തികൾ അതിരുവിട്ട് പോകുന്നു അവന് നന്നായിട്ട് മനസ്സിലായി. എന്നാൽ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. എന്തായാലും ചടങ്ങുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫിദ അവൾ ആകെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മരിച്ചുപോയ അനിയന് വേണ്ടിയിട്ടും ഇപ്പൊ മരിച്ച ഉപ്പാക്ക് വേണ്ടിയിട്ടും അവളുടെ ഉമ്മാക്ക് വേണ്ടിയിട്ടും. എന്നാൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഏതോ ഒരു ശവപ്പറമ്പിലേക്ക് എത്തിയതുപോലെ അവൾക്ക് തോന്നുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് കുറെ ജിന്നുകൾ വന്നിട്ട് അവളെ വലിച്ചിടുന്നത് പോലെ. മാത്രമല്ല പിന്നീട് അവിടുന്ന് അവൾ പിരിക്കുന്ന അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന പോലെ ഒറ്റയടിക്ക് ഇതെല്ലാം സംഭവിക്കുകയാണ്. ചുറ്റും ഒരുപാട് ജിന്നുകൾ. ഇവറ്റകൾ എല്ലാവരും ചേർന്ന് ഫിദയെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അവൾക്ക് ഇങ്ങനെ നേരിട്ട് അനുഭവിക്കാൻ കഴിയാണ്. ഇത് കണ്ട് ഉറക്കനെ നിലവിളിച്ച സമയത്ത് അവളുടെ ഉമ്മയും ഉസ്താദെല്ലാം വന്ന് അവളുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. മീൻസ് ആ ഒരു ഇലൂഷനിൽ അവൾ പെട്ടുപോയതാണ്. അതിൽ നിന്നും അവളെ പുറത്തേക്ക് എത്തിക്കുകയാണ്. ഉസ്താദ് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പേടിക്കേണ്ട മോളെ, ഞങ്ങൾ കൂടെയുണ്ട്. എന്തായാലും ഇപ്പോൾ ലൈല മകളായിട്ടുള്ള ഫിദയും കുട്ടി റൂമിലേക്ക് പോവാണ്. ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് ഫിദ ഒരു കാര്യം പറയുന്നുണ്ട്. ഉമ്മ ഇവിടെ എന്തോ നടക്കുന്നുണ്ട് ഉമ്മ. ഇതൊന്നും നോർമലായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. ഇപ്പൊ ഉപ്പ
മരിച്ചുപോയി, ഇതിനു മുന്നേ അനിയൻ നൂറ് മരിച്ചുപോയി, പിന്നെ ഉമ്മാമ മരിച്ചുപോയി. ഇതൊക്കെ നമുക്കെതിരെ ആരും ഒരാൾ ചെയ്യുന്നതാണ് ഉമ്മ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്മ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഉമ്മാനെയും അല്ലെങ്കിൽ നാളെ എനിക്കും ഈ അവസ്ഥ വരും. ഇതെല്ലാം കേട്ട് നിൽക്കുകയല്ലാതെ ഇതിനൊരു മറുപടി കൊടുക്കാൻ ലൈലയ്ക്ക് കഴിയുന്നില്ല. കാരണം ലൈലയ്ക്ക് അറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. എന്നത്തെയും പോലെ തന്നെ ലൈല വീടിന്റെ ഓരോ ഭാഗങ്ങളും വൃത്തിയാക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് ഫർഹാനയുടെ റൂമിൽ അവരുടെ ഹസ്ബൻഡിന്റെ പെയിന്റ് കാണുകയാണ്. ആ പെയിന്റ് എങ്ങനെയാണ് അവിടെ എത്തിയത്? പെട്ടെന്ന് തന്നെ ലൈലയ്ക്ക് കാര്യം മനസ്സിലായി. ഫർഹാൻ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫർഹാനയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നീ എന്റെ ഭർത്താവിനെ അയാളെയും വശീകരിച്ചല്ലേ? എന്തൊരു വൃത്തികെട്ട പെണ്ണാടി നീ? എങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഫർഹാന പറയാണ്, വശീകരിക്കാനോ? അയാൾക്ക് എന്താ ബുദ്ധിയും ബോധവുമില്ലേ? അയാളുടെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് അയാൾ എന്റെ അടുത്തേക്ക് വന്നത്. അതുപോലെ തന്നെ ലൈല, നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ, അയാൾക്ക് നിന്നോട് ഒരു തരി പോലും സ്നേഹമില്ല, പ്രണയമില്ല. നിന്നോടുള്ളത് വെറും ഭയം മാത്രമാണ്. ഞാനൊരു ഇച്ചിരി സ്നേഹം കൊടുത്തു, അയാൾ എന്റെ അടുത്തേക്ക് വന്നു. ഒരു ഭാര്യ കേട്ടാൽ തകർന്നു പോകുന്ന വാക്കുകളാണ് ഇപ്പൊ ഫർഹാന പറയുന്നത്. അതുപോലെ തന്നെ ലൈല നന്നായിട്ട് അവളെ കുറിച്ച് മോശം പറയുന്നുണ്ട്, അവളെ കുറിച്ചും അവളുടെ ഉമ്മയെ കുറിച്ചും. അത് ഫർഹാനയ്ക്ക് സഹിച്ചില്ല കേട്ടോ. ഒരൊറ്റ അടി കൊടുക്കുകയാണ് ലൈലയുടെ മുഖത്ത് നോക്കിയിട്ട്. ഇത്രയും നാൾ അടി മേടിച്ചത് ഫർഹാനയാണല്ലോ, ഇത്തവണ ഫർഹാനെ തിരിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അതിൽ ആ ഒരു ദേഷ്യം സഹിക്കാൻ പറ്റാതെ ലൈല ഉണ്ടല്ലോ ഫർഹാനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് തള്ളി പുറത്തേക്ക് ഇട്ടിട്ട് പറയാണ്, ഇനി ഈ വീട്ടിൽ നീ കാലെടുത്ത് വെച്ച് പോകരുത്. എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ നീയാണ്. നോക്കിക്കോ ഫർഹാന, ഇതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും. ഇതും പറഞ്ഞ് ലൈല വാതിലെടുക്കുകയാണ്. എന്നാൽ ഫർഹാന പുറത്തുനിന്ന് അലറി വിളിച്ച് പറയുന്നുണ്ട്, ലൈല നീ ഓർത്തോ, ഇത് ഇവിടം കൊണ്ട് തീരാൻ പോകുന്നില്ല, നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നീട് വളരെയധികം ദേഷ്യത്തിലാണ് ഫർഹാൻ അവിടുന്ന് പോകുന്നത്. അങ്ങനെ മറ്റൊരു ദിവസം രാത്രിയിൽ ഫർഹാൻ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കാണുകയാണ്. അതായത് ലൈലയുടെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് പുറത്തേക്ക് വന്ന ലൈലയോട് ഈ ചാലിക്ക് എന്ന് പറഞ്ഞ അവിടുത്തെ ജോലിക്കാരൻ എന്തോ ഒരു കാര്യം സംസാരിക്കുകയാണ്. ഇത് ഫർഹാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ലൈല പോയി കഴിഞ്ഞപ്പോൾ ചാലിക്കിന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ ഫർഹാൻ ചോദിക്കുകയാണ്, എന്താ നീ അവരോട് പറഞ്ഞത്? എന്റെ എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറഞ്ഞോ? ഇത് കേട്ടപ്പോൾ ചാലിക്ക് പറയണേ, അതൊന്നുമില്ല, ഞാൻ വേറൊരു കാര്യം സംസാരിച്ചെന്ന് പറയണം. അപ്പൊ തന്നെ ഫർഹാൻ പറയണേ, ചാലിക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ചെയ്തൊരു കാര്യം നീ ആരോടും പറയരുത്, ദാ ഈ കാശ് വെച്ചോന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ അവന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചാലിക്ക് പറയണ, വേണ്ട, ഈ പാപത്തിന്റെ കറ പറ്റി ഈ കാശുണ്ടല്ലോ അതെനിക്ക് വേണ്ട, ഞാൻ എന്തായാലും നിന്നെ ഒറ്റ കൊടുക്കാനും പോകുന്നില്ല, എന്റെ വഴിക്ക് വിട്ടേക്കെന്ന് പറയണം. എന്നാൽ തിരിച്ച് ഫർഹാൻ അവളുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഫുൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഇനി എങ്ങാനും ചാലിക്ക് അവൾ ഒറ്റ കൊടുത്താലോ ചതിച്ചാലോ, അതുകൊണ്ട് അവനെ ജീവനോടെ വെച്ചാൽ ശരിയാവില്ല, അവനാണ് ഇനി അടുത്ത പണി. ചാലിക്കിന്റെ പേര് ഒരു ആട്ടിൻതോൽ എഴുതുകയാണ്. എന്നിട്ട് ആയിഷയുടെ ആ ഒരു കാലിലൊരു മുറിവുണ്ടാക്കിയിട്ട്, അതായത് മൃതദേഹത്തിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് അവിടെ ഈ ചാലിക്കിന്റെ പേര് തിരികെ വെച്ച് തുന്നി കെട്ടുകയാണ്. ഇന്നത്തെ ചീട്ട് കീറാൻ പോകുന്നത് ചാലിക്കിന്റെ ആണ് കേട്ടോ. രാത്രിയിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലിക്കിനെയാണ് ഇപ്പൊ കാണിക്കുന്നത്. എല്ലാ ജോലിയും കഴിഞ്ഞ് ചാലിക്ക് ഷട്ടർ എല്ലാം ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അടച്ചിട്ട ഷട്ടർ പെട്ടെന്ന് തുറന്നു വരികയാണ്. ഇതെന്തപ്പോ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അവൻ വീണ്ടും പോയിട്ട് ഷട്ടർ അടയ്ക്കുന്നുണ്ട്. എന്നാൽ അടച്ച് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും തുറന്നു വരികയാണ് കേട്ടോ. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കുകയാണ്. പിന്നീട് അവൻ അത് പൂട്ടി പോയി വീണ്ടും തുറന്നു. ആ നേരം അതിന്റെ ഉള്ളിലായിട്ട് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ അവന് ഫീലായി. അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് ഷട്ടർ അടഞ്ഞു പോവാണ്. അതിന്റെ ഉള്ളിൽ അവൻ ട്രാപ്പ് ആവുന്നുണ്ട്. അവന് ചുറ്റും ആരൊക്കെയോ നടക്കുന്നത് പോലെ, അവന്റെ അടുത്തേക്ക് ആരൊക്കെയോ വരുന്നത് പോലെ അവന് ഫീൽ ആവുന്നുണ്ട്. ഈ ചെറിയ ചെറിയ പ്രാണികള്, അട്ടകള്, ഇതെല്ലാം വന്ന് അവന്റെ ശരീരത്തിൽ ഇപ്പൊ ഇങ്ങനെ അള്ളി പിടിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ ഇറച്ചിയിലേക്ക് അതങ്ങനെ തുരന്ന് കയറാൻ തുടങ്ങി. ആകെ പേടിച്ച് വിറച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ആ ഒരു ഷട്ടറിന്റെ ഒരു ഇച്ചിരി ഭാഗം തുറന്ന് അതിലൂടെ പയ്യെ അവൻ പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഷട്ടർ മുകളിലേക്ക് പോന്നിട്ട് ഒരേറ്റ താവല അവന്റെ ശരീരം 2 കഷ്ണമായി പോകുന്നുണ്ട് കേട്ടോ. സംഭവം അറിഞ്ഞ് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ലൈല വരുന്നുണ്ട്. അവളെ കൊണ്ട് ആ ഒരു കാഴ്ച കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അങ്ങനെ അവന്റെ ശരീരം ചിതറിപ്പോയിട്ടുണ്ട്. ഇത് കണ്ട് ഷോക്കായി നിലവിളിച്ച് നിൽക്കുന്ന ലൈലയെ നോക്കിയിട്ട് ദൂരെ നിന്നുകൊണ്ട് ഒരാൾ അങ്ങനെ ചിരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഫർഹാന തന്നെ. ഇനി സമയം വഹിക്കാൻ കഴിയില്ല, 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്. അതായത് ലൈലയും ലൈലയുടെ മകളായിട്ടുള്ള ഫിദയെ തന്നെ ആദ്യം തീർക്കാന്ന് ഇപ്പൊ ഫർഹാന തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഫിദയുടെ പേരെഴുതിയിട്ട് ആയിഷയുടെ മൃതശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി ഫിദയുടെ പേരെഴുതിയ ആ ഒരു തോലിൻ കഷ്ണം അവരുടെ ശരീരത്തിൽ തുന്നി പിടിപ്പിക്കുകയാണ്. ഇതിനുശേഷം ഫിദയെ കാണിക്കുകയാണ്. അവളുടെ കയ്യിൽ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട് കേട്ടോ. വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഫിദ അതിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അതിലിങ്ങനെ രക്തത്തിന്റെ തുള്ളികളാവുന്നുണ്ട്. അതായത് മുകളിൽ നിന്നും എന്തോ താഴേക്ക് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ ഫിദ അവിടുന്ന് മാറി. അല്ലെങ്കിൽ മുകളിൽ ആ ഒരു സീലിംഗ് പൊളിഞ്ഞ് താഴേക്ക് വീണ ആ സാധനം അവളുടെ തലയിലായിപ്പോയാണ്. അതുപോലെ തന്നെ കരണ്ടും പോയിട്ടുണ്ട്. കോരിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഫിദയ്ക്ക് മനസ്സിലാവുന്നില്ല. ചുറ്റും ആരൊക്കെയോ അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അവളെ തൊടാൻ നോക്കുകയാണ്. പേടിച്ച് വിറച്ച ഫിദ നേരെ ഓടി ചെല്ലുന്നത് ഉമ്മയുടെ റൂമിലേക്കാണ്, അതായത് ലൈലയുടെ റൂമിലേക്ക്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവിടെ ആരുമില്ല. ഉമ്മയെ വിളിച്ചിട്ടാണ് കേൾക്കുന്നില്ല. ഇതേ നേരം തന്നെ കട്ടിലിനടിയിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വരികയാണ്. ഭയം കൊണ്ട് അവൾ വീണ്ടും ഉമ്മയെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ കൈയുടെ ബാക്കിയുള്ള ഭാഗം കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കൈ മറ്റാരുടേതായിരുന്നില്ല, അവളുടെ ഉമ്മയായിട്ടുള്ള ലൈലയുടേതായിരുന്നു. എന്നാൽ ലൈലയാണെങ്കിലോ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല. ഇപ്പൊ ഫിദയെ കൊല്ലാൻ വന്ന ആ ഒരു ജിന്നുകൾ കയറിയിട്ടുള്ളത് ലൈലയുടെ ഉള്ളിലേക്കാണ്. എന്നിട്ട് സ്വന്തം ഉമ്മാനെ കൊണ്ട് തന്നെ സ്വന്തം മോളെ കൊല്ലിക്കാൻ നോക്കുകയാണ്. അതായത് ഫർഹാനയുടെ ക്രൂരത ഓരോ സമയത്തും കൂടി വരികയാണ് കേട്ടോ. ശരിയാണ്, അവൾ ഒരുപാട് അനുഭവിച്ചു എന്ന് കരുതിയിട്ട് ഇത്രത്തോളം വലിയൊരു പ്രതികാരം ആ കുടുംബത്തിനോട് കാണിക്കേണ്ട
ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ശരിക്കും ഫർഹാൻ ഒരു ചെകുത്താനായി മാറിയല്ലേ. എന്തായാലും ഉമ്മയുടെ ഉള്ളിലേക്ക് ബാധ കയറിയെന്ന് മനസ്സിലായ ഫിദ അവിടെ നിന്നില്ല. അവൾ ഓടി റൂമിൽ കയറിയിട്ട് ഉസ്താദിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഉസ്താദിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഭയം കൊണ്ട് വേഗം തന്നെ ഇപ്പോൾ ഫിദ അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയുടെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. കുറെ നേരം മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് ഫിദ വിചാരിക്കുകയാണ് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവുമെന്ന്. എന്നാൽ പതിയെ ആ ഒരു അലമാരയുടെ വാതിൽ ഓർന്ന് പുറത്തേക്ക് ഇറങ്ങിയതോ ആ അലമാരയുടെ മുകളിൽ ഉണ്ടായിരുന്ന അവളുടെ ഉമ്മയല്ല, ഉമ്മയുടെ ദേഹത്ത് കയറിയ ആ ഒരു ജിന്ന് ഇപ്പൊ അവളെ ചാടി കയറി പിടിക്കുകയാണ്. ഫിദ ഒന്നും നോക്കിയില്ല, താഴേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ അവളുടെ പിന്നാലെ വന്ന് അവളുടെ കഴുത്തിന് പിടിച്ച് തൂക്കിയെടുക്കുകയാണ് ആ ഒരു ജിന്ന്. മരണവിപ്രാളത്തിൽ ഫിദ അങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവദൂതനെ പോലെ ഉസ്താദും അയാളുടെ ആൾക്കാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉസ്താദിനെ കണ്ടപാട് തന്നെ ജിന്ന് ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫിദയുടെ ദേഹത്ത് നിന്ന് ആ ഒരു പിടുത്തം വിടുകയാണ്. എന്നിട്ട് ഫിദയോട് ഉസ്താദ് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നിന്റെ ഉമ്മയെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം, നിന്റെ ഉമ്മയെ തൽക്കാലം ഞങ്ങളിപ്പോ പള്ളിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയാണ്. അങ്ങനെ ഉസ്താദും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ആൾക്കാരും കൂടിയിട്ട് ലൈലയെ കൊണ്ടുപോകണം. അതേ സമയത്തിന് ഫിദ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതായത് ഫർഹാനെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് രാത്രി പോകുന്ന ആ ഒരു വീട്, അവിടെ വെച്ച് ഫർഹാൻ എന്തോ ചെയ്യുന്നുണ്ടെന്ന് ഫിദയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഉസ്താദും ടീമും പോയി കഴിഞ്ഞ് അപ്പൊ തന്നെ ഫിദ നേരെ പോകുന്നത് ഫർഹാന് പോയിരുന്ന അവളുടെ ആ ഒരു പഴയ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ ഫിദ ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം കാണുന്നത്. അതായത് അവളുടെ ഉമ്മാമയായിട്ടുള്ള ഐഷയുടെ മൃതദേഹം അവിടെ കിടക്കുന്നു. ആ മൃതദേഹത്തിൽ ഒരുപാട് ആഭിചാരക്രിയകൾ ചെയ്തിരിക്കുകയാണ്. അതായത് തന്റെ കുടുംബത്തിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കിയതും നശിപ്പിച്ചതും ഫർഹാനെയാണെന്ന് ഇപ്പൊ ഫിദയ്ക്ക് മനസ്സിലായി. അതായത് അവളുടെ ശരീരം മുഴുവൻ തളർന്നു പോവുകയാണ്. ബാക്കിയുള്ള എല്ലാവരും, അവളുടെ ഉമ്മയും ഉമ്മാമയും ഒക്കെ ഫർഹാനെ ഒരുപാട് ചീത്ത പറയുന്ന സമയത്തും ഫിദയ്ക്ക് ഈ ഫർഹാനയോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് ഫർഹാനയ്ക്ക് ഫിദ കൊടുത്തിരുന്നത്. ആ ഫർഹാന് തന്നെയാണ് ഈ ക്രൂരതകൾ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ അവളുടെ ശരീരം മുഴുവൻ തളർന്നു പോവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഈ ക്രൂരത ഞങ്ങളോട് ചെയ്തത്? ആ സമയത്ത് ഫർഹാന പറയാണ്, ഞാൻ അനുഭവിക്കുന്നത് മുഴുവൻ നീ കണ്ടതല്ലേ, അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? എനിക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? ആ സമയത്ത് ഫിദ ചോദിക്കുകയാണ്, ഫർഹാന, ഞാൻ നിങ്ങളെ എന്റെ ഉമ്മയെ പോലെയല്ലേ കണ്ടത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്റെ കുഞ്ഞനിയൻ നൂറു, അവൻ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ആയിരുന്നല്ലോ, അവൻ എന്ത് തെറ്റാ ഫർഹാന നിങ്ങളോട് ചെയ്തത്? എന്റെ ഉപ്പ ഹാസൻ, ആ മനുഷ്യൻ, ആ പാവം മനുഷ്യൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിന്നെ ഉപദ്രവിച്ചതും ആക്ഷേപിച്ചതും അടിച്ചതും എല്ലാം എന്റെ ഉമ്മയും ഉമ്മാമിയും ആയിരുന്നില്ലേ? അവരോട് മാത്രം പോരായിരുന്നു നിന്റെ പ്രതികാരം? അങ്ങനെയാണെങ്കിൽ അതിലൊരു ന്യായം ഉണ്ടായിരുന്നു. ഇപ്പൊ നീ എന്താ ഈ ചെയ്തിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് എന്റെ കുഞ്ഞനിയൻ നൂറുവിനെങ്കിലും വെറുതെ വിട്ടുകൂടായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ക്രൂര മനസ്സോടുകൂടി തന്നെ ഫർഹാന പറയാണ്, നിനക്കൊരു കാര്യം അറിയണോ? അന്ന് നീയും ഞാനും നോക്കി നിൽക്കുകയല്ലേ നിന്റെ ഉമ്മാമ മരണപ്പെട്ടു പോയത്. ആ അവസാന നിമിഷത്തിൽ അവരെന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അതായത് എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മയും ഒപ്പി എന്റെ മുന്നിൽ വെച്ച് മരിച്ചത് അതൊരു സ്വാഭാവിക മരണമല്ലായിരുന്നു. അവര് ആഭിചാരക്രിയയിലൂടെ കൂടോത്രം ചെയ്തിട്ടാണ് എന്റെ ഉപ്പയും അമ്മയും കൊന്നത്. അതെന്നോട് അവര് നേരിട്ട് പറഞ്ഞു. അന്ന് ആ മരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ വരെ അവര് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇന്നേ വരെ അന്ന് ആ ചെയ്തതിൽ എനിക്കൊരു താരി പോലും കുറ്റബോധം തോന്നിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഫിദ, ഞാൻ ഇത്രയും ദിവസം ചെയ്തു വെച്ച് ഈ ക്രൂരതകളുണ്ടല്ലോ, ഇതിലൊന്നും എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. നീയും നിന്റെ കുടുംബം എല്ലാം ഇത് അർഹിക്കുന്നുണ്ട്. അതായത് ഫിദയ്ക്ക് മനസ്സിലായി, ഒരു കാരണവശാലും ഫർഹാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. 20 വർഷത്തോളം ആ ഒരു പീഡനം അനുഭവിച്ച് മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു ചെറിയ നന്മ വരെ അതില്ലാതായി പോയി. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഫിദ നേരെ പോകുന്ന ഉസ്താദിന്റെ അടുത്തേക്കാണ്. ഉസ്താദും ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് അവളുടെ ഉമ്മയുടെ ദേഹത്ത് കയറി ആ ഒരു ജിന്നിനെ പുറത്തെടുക്കാൻ നോക്കുകയാണ്. ഒരു പരിധി വരെ അതിൽ ഇവർ വിജയിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ആഭിചാരക്രിയക്ക് കുറച്ചുകൂടെ ശക്തി വരാൻ വേണ്ടി ഫർഹാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ലൈലയുടെ പേര് എഴുതിയിട്ട് ആ പേരിപ്പോ ആയിഷയുടെ മൃതദേഹം കയറി അതിലേക്ക് വെക്കുകയാണ്. അതോടുകൂടി തന്നെ ലൈലയുടെ ഉള്ളിൽ നിന്ന് പോയ ആ ഒരു ശൈത്താൻ വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ. എന്നാൽ ഉസ്താദ് ആണെങ്കിൽ വളരെ നിസാരമായിട്ട് തന്നെ ആ ഒരു ജിന്നിനെ അടിച്ചു ഒതുക്കുന്നുണ്ട്. മാത്രമല്ല ഫിദയോട് ഉസ്താദ് പറയുന്നുണ്ട്, ഉമ്മയ്ക്ക് വേണ്ടി നിനക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ കഴിയും അത്രത്തോളം നീ പ്രാർത്ഥിക്കുക, ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതേ നേരം തന്നെ ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫർഹാനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റുകയാണ്. അതായത് ആ ശരീരത്തിൽ ഒരാളുടെ പേര് എഴുതി വെച്ച് അത് തുന്നിക്കെട്ടണമല്ലോ, അതിനിപ്പോ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ ശരീരം അളിഞ്ഞു പോയി. മന്ത്രവാദി അന്നേ അവളോട് വാണിംഗ് ചെയ്തായിരുന്നു, ഇതുപോലെ പേരെഴുതി വെച്ച് തുന്നിക്കെട്ടണം, അല്ലെങ്കിൽ ഇത് തിരിച്ചടിച്ചു. അതായത് ഫർഹാന എന്ത് ചെയ്തിട്ടാണോ ആ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയത് അത് അതുപോലെ തന്നെ തിരിച്ചു കിട്ടുകയാണ്. ഫർഹാനയ്ക്ക് ഇപ്പൊ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഛർദ്ദിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഈ കുപ്പി ഗ്ലാസിന്റെ കഷ്ണങ്ങൾ പുറത്തേക്ക് വരികയാണ്. തൊണ്ടയെല്ലാം കീറിപ്പോയി. വേദന കൊണ്ട് അവളുടെ കൈയും കാലും ഒക്കെ കിടന്ന് ഇങ്ങനെ പെടച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫർഹാനയ്ക്ക് തോന്നുകയാണ് കുറെ ജിന്നുകളും അവൾ കൊന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഈ കല്ല് കൊണ്ട് അവളുടെ ദേഹത്ത് അങ്ങനെ കുത്തുകയാണ്. എന്നാൽ ശരിക്കും ഫർഹാന് തന്നെയാണ് ഒരു കല്ല് ഉപയോഗിച്ച് അവളുടെ ദേഹത്ത് പലതവണ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ പറയുന്നേ, വാളെടുത്തവൻ വാളായെന്ന്. അതുപോലെ തന്നെ ലൈലയുടെ ഉള്ളിലേക്ക് ആ ഒരു ശൈത്താൻ കയറി എന്ന് പറഞ്ഞല്ലേ, ഒരുപാട് തവണ ഉസ്താദ് ശ്രമിച്ചു നോക്കിയാട്ടോ ആ ശൈത്താനെ ഒഴിവാക്കാൻ വേണ്ടി. ശൈത്താനെ ഒഴിവാക്കാനും പറ്റി. പക്ഷേ അപ്പോഴേക്കും ലൈലയുടെ ദേഹത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളിൽ നിന്നും എന്താ പറയാ റിക്കവർ ചെയ്തു വരാനായിട്ട് ലൈലയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ലൈല മരണപ്പെടുന്നുണ്ട്. ഫിദ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉമ്മയുടെ അടുത്ത് നിന്ന് കരയാണ്. ആ കുട്ടിയാണെങ്കിൽ അനാഥയായിപ്പോയി. ഇനി അവൾക്കായിട്ട് ആരും ഇല്ല. അതുപോലെ തന്നെ ഫർഹാന ചെയ്തതിന് പകരം അവൾക്കും കിട്ടിയിട്ടുണ്ട്. അവളും അവിടെ മരിച്ചു കിടക്കുകയാണ്. പിറ്റേ ദിവസം ഇപ്പൊ ഫിദ അവളുടെ ഉമ്മയുടെ മൃതദേഹം അവരുടെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും മറവ് ചെയ്യുന്ന അവിടെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഫിദ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി മറ്റൊരു വലിയ കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മരിച്ചുപോയ ഫർഹാന, അതായത് ഫിദയുടെ കുടുംബത്തിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കിയ ഫർഹാനയുടെ മൃതദേഹം ഇവിടെ തന്നെ അടക്കം ചെയ്യാണ്. അതുപോലെ തന്നെ അവിടെ ആ ഒരു കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫർഹാനയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ആ കുടുംബ പേര് തന്നെ അവൾക്ക് കൊടുക്കുകയാണ്. ഇവിടെയാണ് ഫർഹാന എന്ന് പറഞ്ഞ ആ കുട്ടിയും ഫിദ എന്ന് പറഞ്ഞ ഈ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഫർഹാന അനുഭവിച്ചതിനേക്കാൾ ഫിദ ഇപ്പൊ അനുഭവിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ട എല്ലാവരെയും നഷ്ടമായി. എന്നിട്ടും ഫർഹാനയ്ക്ക് ഫിദ പുറത്തു കൊടുത്തു. ഒരുപാട് ഫർഹാന അനുഭവിച്ചു കഴിഞ്ഞല്ലേ, മരിച്ചതിന് ശേഷം ഇനിയും വേണ്ട എന്ന് കരുതിയിട്ട് ഫർഹാനെ അവരുടെ കുടുംബ കല്ലറയിൽ തന്നെ എടുക്കാൻ വേണ്ടി ഫിദ പറഞ്ഞു. അതാണ് പല മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. സാഹചര്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ നന്മയുടെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. നമ്മളോട് ഒരുപാട് പേര് വലിയ തിന്മകൾ ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മളും അതുപോലെ തന്നെ ആവണോ? നമ്മളും ഒരു ചെകുത്താനായി മാറണോ? എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.